വെൽക്കം ടു എൻട്രൻസ് ഫിസിക്സ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഫിസിക്സിലെ ചില സെലക്റ്റഡ് കോൺസെപ്റ്റുകൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അതിൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്സ് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ എപ്പോഴോ ഇത് വഴിതെറ്റി. ഈ +1 +2 ഒക്കെ ചർച്ച ചെയ്തു, എൻട്രൻസ് ചർച്ച ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഓർഡർ ഇല്ലാതെ വന്നിട്ടുണ്ട്. അത് ഞാൻ അടുത്ത കാലത്താണ് ശ്രദ്ധിച്ചതും. ഓർഡർ ഇപ്പോൾ ചെയ്യുന്നത് ഓർഡറിലാണ്. അവിടെ +1 +2 അതിൻ്റെ സീരീസായിട്ട് സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻട്രൻസിൻ്റെ സെക്ഷൻ വൈസായിട്ട് അതിൽ 50 ഒരു പോസ്റ്റിങ്സ് ആയിട്ടുണ്ട്. 49 or 50. അതിൽ ആദ്യത്തെ പോസ്റ്റിങ്സ് ഞാൻ പ്ലേ ലിസ്റ്റിലോട്ട് എടുത്തിട്ടിട്ടില്ല. 1 or 2 എടുത്തിട്ടുള്ളൂ. അത് ഓർഡറിലല്ലാത്തതുകൊണ്ടാണ് എടുത്തില്ലാത്തത്. ഇനിയിപ്പോൾ നമുക്ക് ഓർഡറിൽ പോകാം. ഇപ്പോൾ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് 1 വീണ്ടും കയറുക. ഒത്തിരി പോസ്റ്റിങ്സ് എൻട്രൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് തപ്പിയെടുത്ത് പഠിക്കാം. അപ്പോൾ ജോമെട്രിക്കൽ ഒപ്റ്റിക്സ് പാർട്ട് 1 റിഫ്ലക്ഷൻ. വളരെ ബ്രീഫായിട്ട് ഡീറ്റെയിൽസൊക്കെ പല പോസ്റ്റിങ്സിലായിട്ടുണ്ട്. അതുപോലെ +2 സീരീസും +1 സീരീസും ഇടയ്ക്ക് കണ്ടാൽ പ്രയോജനം ചെയ്യും. അത് പ്ലേ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. ആദ്യം 2 പ്ലെയിൻ മിറേഴ്സ് ആംഗിൾ തീറ്റ അതിനിടയ്ക്ക് ഉണ്ട് എങ്കിൽ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് തീറ്റ ഡിഗ്രിയിലാണ്. N=360/θ - 1. തീറ്റ ഡിഗ്രിയിലാണ് ഇവിടെ. 360 ഡിഗ്രിയാണ്, ഇതും ഡിഗ്രിയാണ്. ഇതാണ് ഫോർമുല. ഇപ്പോൾ തീറ്റ 90 ആണ്. 360/90 4 - 1 3. 3 ഇമേജസ് ഇതിനിടയ്ക്ക് വെക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ 3 ഇമേജസ് ഈ 2 മിററും കൂടെ ചേർന്നുണ്ടാക്കും. ഇത് 360/θ ഒരു ഇൻറ്റിജർ അല്ല, ഹോൾ നമ്പർ അല്ല എങ്കിൽ ഇപ്പോഴത് ഹോൾ നമ്പർ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഹോൾ നമ്പർ അല്ല എങ്കിൽ അടുത്ത ഹയസ്റ്റ് ഹോൾ നമ്പർ വേണം എന്നിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കാം. ഇപ്പോൾ 8.4 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 9 എന്നങ്ങോട്ട് തോന്നാൻ നമ്പർ ഓഫ് ഇമേജസ്. അപ്പോൾ അടുത്ത ഹയസ്റ്റ് ഹോൾ നമ്പർ അതാണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഒരു പോയിൻ്റ് അതാണ്. അടുത്തത് പ്ലെയിൻ മിററിൽ എത്ര മുമ്പിലാണോ ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് അത്രയും പുറകിലായി ഇമേജ്. അപ്പോൾ ഓബ്ജക്റ്റ് ഇപ്പോൾ മിററിൽ നിന്ന് അകലേക്ക് VO വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ ഇമേജ് അതേ സ്പീഡിൽ മിററിൻ്റെ റിവേഴ്സ് വെർച്വൽ ഇമേജ് അത് മിററിൽ നിന്ന് അകന്നകന്ന് പോവും. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പിടിക്കാൻ പറ്റാത്ത ഇമേജ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ വയ്യാത്ത, സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വയ്യാത്ത ഇമേജിനെ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് കാണാം, പക്ഷേ സ്ക്രീനിലോട്ട് വീഴിക്കാൻ പറ്റില്ല. ഇവിടെ ഈ അകലങ്ങൾ തുല്യമായിട്ട് ഇതിൻ്റെ ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി dx/dt ആണ്. ഇമേജ് തുല്യ അകലത്തിലാണ് ബാക്കിൽ. അപ്പോൾ ഇമേജിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ VO = VI ആണ് മാഗ്നിറ്റ്യൂഡ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇവിടെ 2 കേസ് പറയണം. ഒന്ന് വെലോസിറ്റി ഓഫ് ദി ഇമേജ് റിലേറ്റീവ് ടു ദി മിറർ എന്ന് പറയുമ്പോൾ VI റിലേറ്റീവ് ടു ദി മിറർ -VO. ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ് ഒരു മൈനസ് കൂടെ കൊടുക്കണം. ഇമേജിൻ്റെ വെലോസിറ്റി ഓബ്ജക്റ്റ് വെലോസിറ്റി വിത്ത് എ മൈനസ് സൈൻ. ഈ വെലോസിറ്റി ഓഫ് ദി ഇമേജ് റിലേറ്റീവ് ടു ദി മിററാണ്. ഇതിന് പകരം വെലോസിറ്റി ഓഫ് ദി ഇമേജ് റിലേറ്റീവ് ടു ദി ഓബ്ജക്റ്റ് പറയുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഞാൻ പല റിലേറ്റീവ് വെലോസിറ്റിയുടെ പോസ്റ്റിങ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വെർച്വൽ റെസ്റ്റിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി സങ്കല്പത്തിൽ ഒരു റെസ്റ്റിനെ കൊണ്ടുവരിക. അപ്പോൾ റെസ്റ്റിൽ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഒരു V0 ഇങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇത് റെസ്റ്റിലായി. ഇവിടെ ചെയ്ത അതേ സംഗതി ഇവിടെയും ചെയ്യുക. ഇവിടെയും VO അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ വെലോസിറ്റി VI + VO. അതാണ് വെലോസിറ്റി ഓഫ് ഇമേജ് റിലേറ്റീവ് ടു ദി ഓബ്ജക്റ്റ്. അപ്പോൾ അടുത്ത കേസ് അത് VI + VO.
അതിൽ വി ഐ എന്ന് പറഞ്ഞാൽ വി ഒ മാഗ്നിറ്റ്യൂഡ്. സോ relative velocity is VO plus VO, that is 2VO. So velocity of the image relative to the object എന്നെടുത്ത് പറയുമ്പോൾ that is twice the velocity of the object. അപ്പോൾ ഓബ്ജക്റ്റിൽ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ അയാൾക്ക് ഇമേജ് വളരെ ഓബ്ജക്റ്റിൻ്റെ ഡബിൾ വെലോസിറ്റി പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്തത്, ഒരാളിൻ്റെ ഫുൾ ഇമേജ് അയാൾക്ക് ഒരു വെർട്ടിക്കൽ മിററിൽ കാണണം, പ്ലെയിൻ മിററിൽ അയാളുടെ ഫുൾ ലെങ്ത് കാണണമെങ്കിൽ മിററിൻ്റെ മിനിമം ഹൈറ്റ് എത്ര ആയിരിക്കണം? അയാളുടെ ഹൈറ്റിൻ്റെ പകുതി ആയിരിക്കണം. അപ്പോൾ ആണ് ഒരു മനുഷ്യൻ്റെ ഹൈറ്റ് എങ്കിൽ അയാളുടെ ഫുൾ ലെങ്ത് അയാൾക്ക് ഒരു പ്ലെയിൻ മിററിൽ കാണണമെങ്കിൽ പ്ലെയിൻ മിററിൻ്റെ ഹൈറ്റ് h/2 ആയിരിക്കണം. അത് അയാൾ ഏത് സ്ഥാനത്ത് നിന്നാലും പ്രശ്നമില്ല. മിററും അയാളും തമ്മിലുള്ള അകലം അവിടെ പ്രശ്നമല്ല. അടുത്ത് നിന്നാലും അകലെ നിന്നാലും ഒക്കെ ഈ ഹൈറ്റ് മിനിമം വേണം, h/2. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിൽക്കുന്ന ആളിൻ്റെ മിററിൽ നിന്നുള്ള അകലം അവിടെ പ്രശ്നമല്ല. ഏത് അകലത്തിൽ നിന്നാലും ഈ ഹൈറ്റ്, മിനിമം ഹൈറ്റ് h/2 മിററിനുണ്ടായിരിക്കണം. അടുത്ത പോയിൻ്റ്, ഒരു മിറർ എത്ര എങ്കിലും ആംഗിൾ തിരിച്ചാൽ അതിൻ്റെ ഡബിള് കണ്ട് തിരിയും റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഒരു പ്രത്യേക ലൈറ്റ്, ഒരു ലൈറ്റ് ബീം വന്നൊരു മിററിലോട്ട് വീണു, അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. മിറർ തീറ്റ കണ്ട് തിരിച്ചു എങ്കിൽ ഇതേ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റിൽ നിന്നും 2θ ആംഗിളിൽ ആയിരിക്കും. അപ്പോൾ മിറർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡബിൾ ആംഗിള് റിഫ്ലക്റ്റഡ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, തിരി ഫോർ ദി സെയിം ഇൻസിഡൻറ്റ് ഡയറക്ഷൻ. ഇൻസിഡൻറ്റ് ലൈറ്റ് ആദ്യത്തേതും രണ്ടാമത്തേതും ഒന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ മിററിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്നാൽ θ/t എങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ആംഗുലാർ വെലോസിറ്റി 2θ/t ഓർ 2ω. അപ്പോൾ മിറർ ഒമേഗ ആംഗുലാർ വെലോസിറ്റിയിൽ തിരിയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് അതിൻ്റെ ഡബിൾ ആംഗുലാർ വെലോസിറ്റിയിൽ തിരിയും. മിററിൻ്റെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ ആംഗുലാർ വെലോസിറ്റി 2ω. അടുത്ത പോയിൻ്റ്, രണ്ട് പ്ലെയിൻ മിറേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലറായിട്ട് വെച്ചേക്കുക, M1 M2. ഈ ഹൊറിസോണ്ടൽ M1 ലൈറ്റ് റേ വന്ന് വീണാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി. ഇതേ ആംഗിളിൽ തന്നെ ഇത് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും, എന്നിട്ട് ഇതിൽ ടച്ച് ചെയ്ത് വീണ്ടും ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതായിരുന്നാലും ഈ വീഴുന്ന ലൈറ്റ് ഈ രണ്ട് മിററിലെ റിഫ്ലക്ഷന് ശേഷം നേരെ തിരിച്ചു പോകും എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഡീവിയേഷൻ ഉണ്ടാകും. ഇവിടെ 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്യും, ഇവിടെ 90 ഡിഗ്രി ഡീവിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റിഗാർഡ്ലെസ് ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. വാട്ട് എവർ ബി ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I, total deviation suffered by the light ray caused by reflection at the two mirrors will be 180 degree. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയാലും 40 ഡിഗ്രി ആയാലും ഒക്കെ ഈ വരുന്ന ലൈറ്റ് തിരിച്ച് അതിന് പാരലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. ഇതും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ പ്ലെയിൻ മിറേഴ്സിനെ പറ്റി ഇത്രയും ആദ്യം നമ്മളിനി ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ആ സന്ദർഭം അനുസരിച്ച് എന്തെങ്കിലും പോയിൻറ്റ്സ് പറയാനുണ്ടാവും, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. അടുത്ത സ്ഫെറിക്കൽ മിറേഴ്സാണ്. സ്ഫെറിക്കൽ മിററിൻ്റെ കേസിൽ നമുക്കറിയാം, ഇത് കോൺകേവ് ലെൻസ് മിറർ, ഇത് കോൺവെക്സ് മിറർ. ഓബ്ജക്റ്റ് വെക്കുന്ന ഭാഗം മിററിൻ്റെ ഇവിടെ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ സിൽവർ ചെയ്തിട്ടുണ്ട്, അല്ലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇൻസൈഡാണ്. ഇവിടുത്തെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഇത് കോൺവെക്സ്, ഇത് കോൺകേവ് ഷേപ്പുമാണ്. ഇതിൽ
ഈ റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഈ സ്പേസിനാവും റിയൽ സ്പേസ് എന്ന് പറയുക. റിയൽ സ്പേസിൽ നമ്മൾ ഓബ്ജക്റ്റ് എപ്പോഴും വയ്ക്കുക. മിററിൻ്റെ ബാക്ക് സൈഡിനെ വെർച്വൽ സ്പേസ് എന്ന് പറയും. ഇവിടെ വല്ല ഇമേജ് ഉണ്ടായാൽ അതെല്ലാം വെർച്വൽ ഇമേജാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എല്ലാം റിയൽ ഇമേജാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ അത് തന്നെ. മിററിൻ്റെ മുൻപിൽ ഓബ്ജക്റ്റ് വെക്കുന്ന പ്രദേശമാണ് ഓബ്ജക്റ്റ് റിയൽ സ്പേസ്, ബാക്ക് സൈഡിൽ വെർച്വൽ സ്പേസ്. പരാക്സിയൽ റേസ് ഏത് വന്നാലും ഇവിടെ വെർച്വൽ സ്പേസിൽ ഫോക്കസ് ചെയ്യും, റിയൽ സ്പേസിൽ ഫോക്കസ് ചെയ്യില്ല. പക്ഷേ ഇവിടെ റിയൽ ഫേസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ലെഫ്റ്റിലോട്ട് മിററിൻ്റെ പോളിൽ നിന്ന് ഡിസ്റ്റൻസ് എല്ലാം അളക്കേണ്ടത്. ലെഫ്റ്റിലോട്ട് അളക്കുന്ന ഡിസ്റ്റൻസ് എല്ലാം മൈനസ്, റൈറ്റിലോട്ട് അളക്കുന്ന എല്ലാം പ്ലസ്. ഇതെല്ലാം മിററിന് ഇത് ബാധകമാണ്. അടുത്തത് മിറർ ഇക്വേഷൻ. മിറർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/u + 1/v = 1/f. കണ്ണടച്ചങ്ങ് ഉപയോഗിക്കുക. ഇവിടുന്ന് v സോൾവ് ചെയ്യുക. അതിൽ f/u/u - f. ഇത് ബൈ ഹാർട്ട് ആയിരിക്കണം. ഇക്വേഷനെ u കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് v/u = f/u - f എന്ന് വരും. v/u-ന് മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് എന്ന് പറയുക. ഒന്നീ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. സെയിം ഈസ് distance of the image by distance of the object, that is magnification. So m = f/u - f. ഇത് നമുക്ക് സൈനൊക്കെ യുവിൻ്റെ എഫിൻ്റെ ഒക്കെ സൈൻ ഇടണം. കേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവ്. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നെഗറ്റീവാണ്. കോൺവെക്സ് മിററിൻ്റെ എപ്പോഴും പ്ലസ്സാണ്. കാരണം മിററിൻ്റെ റിയൽ സ്പേസിലാണ്. കോൺകേവ് മിററിൻ്റെ കേസിൽ ഇവിടെ ആ ഫോക്കസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് മൈനസ് വരും. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ വെർച്വൽ സ്പേസിലാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് പ്ലസ് വരും. പിന്നെ യു എപ്പോഴും റിയൽ സ്പേസിലാണ് വെക്കുന്നത്. അപ്പോൾ യു എപ്പോഴും നെഗറ്റീവ് വരണം. അതിവിടെ രണ്ടിടത്തും യു നെഗറ്റീവ്. നമുക്ക് ചോദ്യം കാണുമ്പോൾ കൂട്ടത്തിൽ ഇതെല്ലാം കാണാം. അപ്പോൾ ഇത് എത്രയും കാര്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 1-2 ചോദ്യം. An object is placed at a distance of 40 cm from a concave mirror of focal length 15 cm. If the object is displaced through a distance of 20 cm towards the mirror, the displacement of the image will be A. 30 cm away from the mirror, 30. B. 36 cm away from the mirror. C. 30 cm towards the mirror. D. 36 cm towards the mirror. ഇവിടെ ഇപ്പോൾ ആദ്യം ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്ന 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ്. ഫോക്കൽ ലെങ്ത് 15 പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓബ്ജക്റ്റ് മിററിനടുത്തേക്ക് 20 സെൻറ്റിമീറ്റർ അടുപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ v = f/u/u - f. v = f/u/u - f. അതെവിടെ ഉപയോഗിക്കേണ്ട? അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് f/u, f -12 കോൺകേവ് മിറർ -12 × u -40 by u - f. അപ്പോൾ -40 - of 12, 15. Answer is 15 × 40, 2 - വരും പ്ലസ് by -25, or this is -24 cm. അപ്പോൾ മിററിൻ്റെ പുറകിലാണ്, മിററിൻ്റെ മുന്നിൽ ഓബ്ജക്റ്റ് റിയൽ സ്പേസിലാണ് ഇമേജ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. മിററിൽ നിന്നും 24 സെൻറ്റിമീറ്റർ അകലത്തിൽ. ഇനി ഇത് 20 സെൻറ്റിമീറ്റർ മിററിനടുത്തേക്ക് അടുപ്പിക്കുന്നു. 40-ൽ നിന്ന് 20 ആക്കുമ്പോൾ ഇപ്പോൾ യു എത്ര? 40 - 20, 20. അപ്പം -20. അപ്പോൾ പുതിയ ഇമേജ് ഡിസ്റ്റൻസ് f/u -15 × -20 by -20 -50, or 15 × 20 by -5, that is -60 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇപ്പോൾ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് 60 സെൻറ്റിമീറ്റർ ആയി. ഇപ്പോൾ മിററിൽ നിന്ന് അകന്നു.
നേരത്തെ 24 ആയിരുന്നു, ഇപ്പോൾ ഇത് 60 അപ്പോൾ മിററിൽ നിന്നും ഇമേജ് ഡിസ്പ്ലേസ്മെൻറ്റ് അകലേക്ക് അവേ ഫ്രം ദി മിറർ. എത്ര കണ്ട് ഡിസ്പ്ലേസ് ചെയ്തെന്ന് ചോദിച്ചാൽ 60ഉം 24 തമ്മിലുള്ള ഡിഫറൻസ് 16 24ഉം കൂടെ ഡിഫറൻസ് 36. അപ്പോൾ ചോയ്സ് ബി 36 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദി മിറർ. അതാണ് അടുത്ത ആൻസർ. അടുത്ത ചോദ്യം, എ സ്ട്രെയിറ്റ് ഓബ്ജക്റ്റ് അല്ലെ ലീനിയർ ഓബ്ജക്റ്റ് എന്നൊക്കെ പറയും, ഒ ബി ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ മിറർ. മിററിന് പുറത്ത് വെച്ചിരിക്കുക. എ വെർട്ടിക്കൽ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദി മിറർ. ഇമേജ് ഓഫ് ദി ഓബ്ജക്റ്റ് on the screen formed by sunlight, see the figure, will consist of a pair of erect and inverted images of different heights with common base. B, a pair of erect and inverted images each equal to the height of the object and with common base. D, a single erect image. D, no image is seen. ഇമേജ് ഒന്നും കാണില്ല എന്നാ നാലാമത്തെ ചോയ്സ്. ഫിഗർ തന്നിട്ടുണ്ട്, ഇതൊരു പ്ലെയിൻ മിറർ, അതിന് മുകളിലൊരു ലീനിയർ ഓബ്ജക്റ്റ് എടുത്ത് വെച്ച് OB. ഇതൊരു വെർട്ടിക്കൽ സ്ക്രീൻ, സൺലൈറ്റ് വന്ന് ഇങ്ങനെ വീഴുന്നു. ഈ സ്ക്രീനിൽ എന്ത് കാണാമെന്നുള്ള പ്രശ്നം നോക്കി പെട്ടെന്ന് ഇത് മനസ്സിലാക്കണം. സൺലൈറ്റ് ഈ ഓബ്ജക്റ്റിൻ്റെ ഹെഡിൽ കൂടി വരുന്ന സൺലൈറ്റ് മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ സ്ക്രീനിൽ ഇവിടെ വരും. അപ്പോൾ സ്ക്രീനിൽ ഹെഡിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇങ്ങനൊരു ലൈറ്റ് റേ മിററിൽ വന്ന് വീണിട്ട് ഇത് ഹെഡിൽ കൂടെ പോയി സ്ക്രീനിൽ ഇവിടെ വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ സ്ക്രീനിൽ വീണ്ടും ഒരു ഹെഡ് ഇവിടെ ഫോം ചെയ്യുക. എങ്കിൽ ഇത് രണ്ടിൻ്റെയും കോമൺ ബേസായിട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ തലകീഴ് ഇറക്റ്റും ഇൻവേർട്ടഡുമായിട്ടുള്ള രണ്ട് ഇമേജ് ഫോം ചെയ്യും വിത്ത് കോമൺ ബേസ്. രണ്ടിൻ്റെ ഫുട്ട് ഒരിടത്ത് തന്നെ വരും. രണ്ടിൻ്റെ ഹൈറ്റ് h വീതമായിരിക്കും. ഈ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് തന്നെയായിരിക്കും ഇമേജിൻ്റെയും ഹൈറ്റ്. പെട്ടെന്ന് ഇത് വീട്ടിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് എക്സാമിനേഷൻ ഒരു 2-4-5 സെക്കൻഡ് കൊണ്ട് ചെയ്യാനുള്ളേ ഉള്ളൂ. ഒന്നും വരയ്ക്കാൻ മനസ്സിൽ കാണാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് ബി, എ പെയർ ഓഫ് ഇറക്റ്റ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജസ് ഈച്ച് equal to the height of the objects and with a common base. അതാണ് ആൻസർ. Another one. A beam of light from a source capital L is incident normally on a plane mirror fixed at a certain distance x from the source. The beam is reflected back as a spot on a scale placed just above the source L. When the mirror is rotated through a small angle theta, the light spot is found to move through a distance y on the scale. The angle theta is given by A, y by 2x, B, y by x, C, x by 2y, D, x by y. ഇതാ സന്ദർഭം, ഇതാ സ്കെയില്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ലൈറ്റ് ബീം ഒരു മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ആദ്യം ഓയിൽ വന്ന് വീഴുന്നു. ഇങ്ങോട്ട് വരുന്ന ലൈറ്റ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മിറർ ഒന്ന് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുക, M' തിരിയുന്നു ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഇപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് മറ്റൊരു സ്ഥാനത്ത് സ്കെയിലിൻ്റെ മറ്റൊരു പോയിൻ്റ് വന്ന് വീഴും, O'. O' y ആണെന്ന് തന്നിട്ടുണ്ട്.
ഈ ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു നമ്മൾ ഒരു മിറർ തീറ്റ ഡിഗ്രി തിരിച്ചാൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് 2 തീറ്റ തിരിയും. ഇവിടെ എസ് ഈക്വൽസ് ആർ തീറ്റ, അല്ല പാരലാക്റ്റിക് മെത്തേഡ് അത് ഉപയോഗിച്ചാൽ മതി. ആർക്ക് ലെങ്ത് ആർക്ക് പോലെ എടുക്കാം, ചെറിയ ആംഗിൾ എന്ന് പറയുന്നുണ്ട്. ആർക്ക് ലെങ്ത് ചെറുതാണെങ്കിൽ ഇവിടെ വളവുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ എസ് ഈക്വൽസ് ആർ തീറ്റ എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ y ഈക്വൽസ് എക്സ് ഇൻറ്റു 2 തീറ്റ, ഫ്രം വിച്ച് തീറ്റ ഈക്വൽസ് y by 2x. The choice is A. ഇനി നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഒപ്റ്റിക്സ് തീരുന്നത് വരെ. അതുവരെ വലിയ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് ജനറലായിട്ട് സമയമുണ്ടല്ലോ, ജനറലായിട്ട് നല്ല ചോദ്യങ്ങളും ഈസി ക്വസ്റ്റ്യൻസും എല്ലാം വരും. താങ്ക് യു.